Hi friends, welcome to the new video of English Talks. English Talks-ന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. Today we are going to discuss about the first unit in the 5th class, Unit 1, The Mirror. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ The Mirror ആണ്. So let us begin the class. Unit 1, The Mirror. Look at the cartoon below. ഈ കാർട്ടൂൺ നോക്കൂ, എന്താണ് നിങ്ങൾ അതിൽ കാണുന്നത്? This cartoon shows the reaction of the viewers when the first ever motion picture was shown in Paris. ആദ്യമായി ചലച്ചിത്രം കാണിക്കപ്പെട്ടപ്പോൾ പാരീസിലുള്ള കാണികളുടെ റിയാക്ഷനാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇറ്റ് വാസ് എ 50-second ലോങ് ഫിലിം ഡയറക്റ്റഡ് ബൈ ലൂമിയർ ബ്രദേഴ്സ്. ലൂമിയർ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത 50 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള മോഷൻ പിക്ചർ ചലച്ചിത്രമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. 1896 ജനുവരി 25 പുറത്തിറങ്ങിയ ആ മോഷൻ പിക്ചർ നമുക്കൊന്ന് കണ്ടു നോക്കാം. Now answer these questions. What do you see in the cartoon? എന്താണ് നിങ്ങൾ കാർട്ടൂണിൽ കാണുന്നത്? What are the viewers doing? എന്താണ് ഈ കാണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? What did they expect to happen? എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? എന്ത് സംഭവിക്കുന്നതാണ് അവർ കരുതുന്നത്? ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ പറയാം. They are afraid. അല്ലേ, അവർ ഭയക്കാണ്, പേടിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായി ചലച്ചിത്രം കാണുമ്പോൾ ഈ ട്രെയിൻ അവരെ കുത്താൻ വരികയാണെന്ന് കരുതിയിട്ട് അവർ ഓടുന്നു. ദേ ആർ റണ്ണിങ്, ദേ ആർ അഫ്രൈഡ്. അപ്പോൾ ആദ്യമായി ചലച്ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ ഉള്ള ജനങ്ങളുടെ റിയാക്ഷനാണ് നമ്മൾ കണ്ടത്, പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇനി ആദ്യമായി ഒരാൾ കണ്ണാടി കണ്ടാൽ എങ്ങനെയുണ്ടാവും? അതാണ് നമ്മൾ ഈ കഥയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് us begin the story. ദി ഐലൻഡ്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ദ്വീപ്, അല്ലേ? നോക്കൂ, താഴെ കൊടുത്തത് വി ഹാവ് മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, സ്മാർട്ട് ബോർഡ്സ് ആൻഡ് മെനി അതർ ഗാഡ്ജറ്റ്സ് ടുഡേ. നമുക്ക് ഇന്ന് മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് മുതലായ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. വിച്ച് മേക്സ് അവർ ലൈഫ് ഈസി ആൻഡ് കംഫർട്ടബിൾ. അതൊക്കെ നമ്മളുടെ ജീവിതത്തെ സുഖപ്രദമാക്കുന്നു, ഈസിയാക്കുന്നു. ബട്ട് ദർ വാസ് എ ടൈം വെൻ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് എനി ഓഫ് ദിസ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ജീവിച്ചിരുന്നു, അല്ലേ? ദി ആഫ്രിക്കൻ ഫോക്ക് ടെയിൽ you are about to read describes a humorous incident that happened at a time when people had not even heard of many of the things that we use today. ഈ ആഫ്രിക്കൻ നാടോടി കഥ, ഫോക്ക് ടെയിൽ നടന്നത്, തമാശ നിറഞ്ഞ ഈ സംഭവം നടക്കുന്നത് ജനങ്ങൾക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഒരു കാലത്തായിരുന്നു, പഴയ ഒരു കാലത്തായിരുന്നു ഈ സ്റ്റോറി നടന്നത്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ലോങ് ലോങ് എഗോ a fisherman and his wife lived on an island. വളരെ വർഷങ്ങൾക്ക് മുൻപ്, അല്ലേ? ലോങ് എഗോ, കുറേ മുൻപ് ഒരു മുക്കുവനും അവൻ്റെ ഭാര്യയും ഒരു ദ്വീപിൽ ജീവിക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്. അതൊരു ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു, ലോൺലി. ദി പീപ്പിൾ ഓഫ് ദി ഐലൻഡ് ലെഡ് എ ക്വൈറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. ആ ഐലൻഡിലെ ജനങ്ങൾ വളരെ ശാന്തമായ, ലളിതമായ ജീവിതം നയിച്ചു പോന്നു. ദേ ഹാഡ് നോ ഇലക്ട്രിസിറ്റി, നോ ഫോൺ, നോ ടെലിവിഷൻ, നോ ന്യൂസ് പേപ്പർ. അവർക്ക് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല, ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല, അതുപോലെ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് നോ ഹെയർ ബ്രഷ് നോർ മിറേഴ്സ് ഈദർ. അവർക്ക് മുടി ചെയ്യാനുള്ള ബ്രഷോ അതുപോലെ കണ്ണാടിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. The only way the islanders came to know about the world outside was through the ships that passed the island. ആ ദ്വീപിലുള്ള ആളുകൾ പുറം ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത് ദ്വീപിലൂടെ പാസ് ചെയ്തിരുന്ന കപ്പലുകൾ വഴിയായിരുന്നു. The sailors in the ship threw old worn out toothbrushes, broken buckets,
ടോൺ ഷൂസ് എക്സെട്ര ഇൻ ടു ദി സീ. അപ്പോൾ ആ കപ്പലിലുള്ള യാത്രക്കാർ തേയ്മാനം സംഭവിച്ച അവരുടെ ബ്രഷുകൾ, അതുപോലെ പൊട്ടിയ ബക്കറ്റ്, അതുപോലെ കീറിപ്പറഞ്ഞ ഷൂസ്, ഇതൊക്കെ കടലിലേക്ക് അവർ വലിച്ചെറിയും. വെൻ ദീസ് തിങ്സ് കെയിം അഷോർ, അങ്ങനെ ഈ വസ്തുക്കൾ മുഴുവൻ കരയിൽ വന്ന് അടിയുമ്പോൾ ദി പീപ്പിൾ ഓഫ് ദി ഐലൻഡ് കളക്റ്റഡ് ദം, ആ ദ്വീപിലുള്ള ജനങ്ങൾ അത് മുഴുവൻ ശേഖരിച്ചു വെച്ചു. ഇനി നമുക്ക് ഈ ഭാഗത്തിലെ ആദ്യ 3 ചോദ്യങ്ങളെ പരിചയപ്പെടാം. ഈസ് ദി ഐലൻഡ് എ പ്ലേസ് ലൈക്ക് യുവേഴ്സ്, ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ്? ഈ ദ്വീപ് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം പോലെയാണോ, എങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദി ഐലൻഡേഴ്സ് നോ എബൌട്ട് ദി വേൾഡ് ഔട്ട്സൈഡ്? എങ്ങനെയാണ് ആ ദ്വീപിലുള്ളവർക്ക് പുറം ലോകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്? വൈ ഡിഡ് ദി ഐലൻഡേഴ്സ്, മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് ദി ഐലൻഡേഴ്സ് കളക്ട് ദി തിങ്സ് കെയിം അഷോർ? എന്തിനാണ് ഈ ദ്വീപിലുള്ളവർ ആ കരയിലടിയുന്ന വസ്തുക്കളൊക്കെ കളക്ട് ചെയ്തത്, എന്തിനാണെന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഇനി അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യാം. ഫാദർ കംസ് അലൈവ്, ഫാദർ ജീവനോടെ വരുന്നു. വൺ ഡേ ദി ഫിഷർമാൻ വാസ് വാക്കിംഗ് അലോങ് ദി സീഷോർ. ഒരു ദിവസം നമ്മുടെ ഈ ഫിഷർമാൻ അദ്ദേഹം കടൽ തീരത്തിലൂടെ നടക്കുകയായിരുന്നു. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഹിസ് ഫാദർ ഇറ്റ് വാസ് ഫോർ ദി ഫസ്റ്റ് ടൈം ഹി വാസ് ഗോയിങ് ഔട്ട്. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഹോ മൈ ഫാദർ, ഹൗ ലോയിങ് ഹി വാസ്. എൻ്റെ അച്ഛൻ എത്ര സ്നേഹനിധിയായിരുന്നു. ഹി തോട്ട്, അവൻ ചിന്തിച്ചു. നെവർ ക്യാൻ ഐ സീ ഹിം അഗെയിൻ, എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ. സഡൻലി എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐസ്. അങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു വെളിച്ചം അവൻ്റെ കണ്ണിലൂടെ മിന്നിമറഞ്ഞു. സംതിങ് ഷൈനിങ് വാസ് ലൈയിങ് ഓൺ ദി സാൻഡ്. തിളങ്ങുന്ന എന്തോ ഒന്ന് ആ മണലിൽ കിടപ്പുണ്ടായിരുന്നു. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അവൻ ഇതെടുത്തു, അതൊന്ന് നോക്കി. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ. മുമ്പൊരിക്കലും അതുപോലത്തെ ഒരു വസ്തു അവന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹി സോ എ ഫേസ് ഇൻ ഇറ്റ്. അതിൽ അവനൊരു മുഖം കണ്ടു. ഹി വാസ് സ്കെയർഡ്. ആ മുഖം കണ്ടപ്പോൾ അവന് പേടിച്ചു. ഹി ത്രൂ ഇറ്റ് അവേ. അവനത് എറിഞ്ഞു. ബട്ട് ആഫ്റ്റർ എ വൈൽ ഹി വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് അഗെയിൻ. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അവൻ അതിൻ്റെ അടുത്തേക്ക് തന്നെ നടന്നു വന്നു. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സോ ദി ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ. എന്നിട്ട് അത് എടുത്തു നോക്കി, അതിലുള്ള മുഖം ഒന്നും കൂടെ നോക്കി. ഹി ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ. അവൻ തൻ്റെ സ്വന്തം മുഖം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്. അത് അവൻ്റെ അച്ഛൻ്റെ മുഖമാണെന്ന് അവന് കരുതി. ഹി വാസ് വെരി ഹാപ്പി. അപ്പോൾ അവന് അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഹി താങ്ക്ഡ് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ. സ്വന്തം അച്ഛൻ്റെ ചിത്രം അയച്ച ദൈവത്തോട് അവൻ നന്ദി പറഞ്ഞു. ഹി സ്മൈൽഡ് അറ്റ് ദി പിക്ചർ. അവൻ ആ ചിത്രത്തോട് പുഞ്ചിരിച്ചു. വാട്ട് ഇസ് സർപ്രൈസ്, ഇറ്റ് സ്മൈൽഡ് ബാക്ക്. എന്തൊരു അത്ഭുതം, ആ ചിത്രം തിരിച്ചും പുഞ്ചിരിച്ചു. ഹി ടേൺ ദി മിറർ ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ്. അവൻ ആ കണ്ണാടി തിരിച്ചു നോക്കി. ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ ബാക്കിൽ അവൻ്റെ ഫാദർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബട്ട് ഹി കുഡ് നോട്ട് സീ എനിവൺ. പക്ഷെ അവൻ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൺസ് മോർ ഹി ടേൺ ഇറ്റ് ടു ഹിസ് ഫേസ്. ഒരിക്കൽ കൂടി അവനത് തൻ്റെ മുഖത്തിന് നേരെ തിരിച്ചു. ഓ മൈ ലവിങ് ഫാദർ. ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ. ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂവ്ഡ് ബട്ട് ഹി ഹിയർഡ് നത്തിങ്. അങ്ങനെ അവൻ പറയാൻ തുടങ്ങി, എൻ്റെ അച്ഛൻ. ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ. അവൻ അവൻ്റെ അച്ഛനോട് സംസാരിച്ചു. ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂവ്ഡ്. അവൻ്റെ അച്ഛൻ്റെ ചുണ്ടനങ്ങുന്നുണ്ട്. ബട്ട് ഹി ഹിയർഡ് നത്തിങ്. പക്ഷെ അവനൊന്നും കേൾക്കുന്നില്ല. ഹി ബിക്കെയിം സാഡ്. അത് കണ്ടപ്പോൾ അവന് ഭയങ്കര ദുഃഖമായി. ഹി ക്രൈഡ്. അവൻ കരഞ്ഞു. ഹിസ് ഫാദർ ടു സീംഡ് ടു ക്രൈ. അപ്പോൾ അവൻ്റെ അച്ഛനും കരയുന്ന പോലെ അവന് തോന്നി. ഹി ഹെൽഡ് ദി മിറർ ക്ലോസ് ടു ഹിസ് ഹർട്ട് ആൻഡ് വെൻറ്റ് ഹോം. അങ്ങനെ ആ മിറർ മാറോട് അണച്ചുകൊണ്ട്, തൻ്റെ അച്ഛൻ്റെ മുഖമാണെന്ന് കരുതി മാറോട് ചേർത്ത് പിടിച്ച് അവൻ വീട്ടിലേക്ക് പോയി. ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ. വേർ വിൽ ഹി കീപ് ദി മിറർ? എവിടെയായിരിക്കും അവൻ മിറർ സൂക്ഷിക്കുക? വിൽ ഹി ഹാങ് ഇറ്റ് ഓൺ ദി വാൾ? അവനത് അവരുടെ ചുമരിൽ തൂക്കിയിടുമോ? വിൽ ഹി കീപ് ഇറ്റ് എമംഗ് ഹിസ് ക്ലോത്ത്സ്? അതോ അവൻ അവൻ്റെ വസ്ത്രങ്ങളുടെ ഇടയിൽ വെക്കുമോ? ഓർ വിൽ ഹി ഹൈഡ് ഇറ്റ് സംവർ? അതോ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുമോ? നമുക്ക് നോക്കാം. ദി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം അല്ലേ, അടിപിടി കൂടുക. ദി ഫിഷർമാൻ റീച്ച്ഡ് ഹോം ആൻഡ് കോൾഡ് ഹിസ് വൈഫ് ഇൻ എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഫിഷർമാൻ വീട്ടിലെത്തിച്ചേർന്നു. ഭാര്യയെ വളരെ ആകാംക്ഷയോടുകൂടി വിളിക്കുകയാണ്, വളരെ ആവേശത്തോടു കൂടി വിളിക്കുകയാണ് ഭാര്യയെ. സി ഹൂ ഇസ് ദർ ഇൻ ഇറ്റ്? നോക്കൂ, ഇതിൽ ആരാ നോക്കൂ. ഹി ഷോഡ് ഹർ ദി മിറർ.
അവൻ മിറർ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ ആരാ നോക്കൂ എന്ന് പറഞ്ഞു. ഷീ ലുക്ക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ്. അപ്പോൾ അവൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കി. ഷീ സോ ദി ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ്. അപ്പോൾ അവൾ കണ്ടത് അതിലൊരു സ്ത്രീയുടെ മുഖമാണ്. ഹൂ മൈ മദർ, ഷീ ലുക്ക് സോ യങ്. അപ്പോൾ അവൾ പറഞ്ഞു, ഓ എൻ്റെ അമ്മ, അമ്മ യുവതിയായിരിക്കുന്നല്ലോ. ഷീ വാസ് ത്രിൽഡ്. അവൾക്ക് ഭയങ്കര സന്തോഷമായി. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് തിങ് ഫ്രം? ഈ സാധനം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ ഫിഷർമാൻ പറയണം, മദർ, ഹൂസ് മദർ? അമ്മയോ? ആരുടെ അമ്മ? ദി ഫിഷർമാൻ ടേൺ ദി മിറർ ടുവേർഡ്സ് ഹിസ് ഫേസ്. ഫിഷർമാന് ആ കണ്ണാടി വീണ്ടും തൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു. എന്നിട്ട് പറയണം, ഇറ്റ് ഈസ് മൈ ഫാദർ, ഇതെൻ്റെ അച്ഛനാണ്, ഉറപ്പിച്ചു പറഞ്ഞു. ഷീ ഗ്രാബ്ഡ് ദി മിറർ ഫ്രം ഹിം ആൻഡ് ലുക്ക്ഡ് ഇൻ ടു ഇറ്റ് അഗെയിൻ. അപ്പോൾ അവളത് തട്ടിപ്പറിച്ച് അവൻ്റെ അടുത്തുനിന്ന് പിടിച്ചു വലിച്ചിട്ട് അതിലേക്ക് ഒന്നുകൂടെ നോക്കി. ആർ യു ജോക്കിംഗ്? ഇറ്റ് ഈസ് മൈ മദർ. നിങ്ങളെന്താ തമാശ പറയാ? ഇതെൻ്റെ അമ്മയാണ്. ഷീ ക്രൈഡ് ഔട്ട്. അവൾ നിലവിളിച്ചു. ദി മാൻ വാസ് അനോയ്ഡ് ആൻഡ് സ്നാച്ച്ഡ് ദി മിറർ. അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. ഫിഷർമാൻ ദേഷ്യം വന്നിട്ട് ആ മിറർ അവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു. ഹീ ലുക്ക്ഡ് അറ്റ് ഇറ്റ് അഗെയിൻ ടു അഷ്വർ ഹിംസെൽഫ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ഫാദർ. അങ്ങനെ അയാൾ അതിലേക്ക് വീണ്ടും നോക്കി. തൻ്റെ അച്ഛൻ തന്നെയല്ലേ അതിലുള്ളത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ദർ ഇസ് സംതിങ് റോങ് വിത്ത് യു. യു ആർ ഗോയിങ് ക്രേസി. ഐ വിൽ നെവർ ഷോ യു ദിസ് അഗെയിൻ. അപ്പോൾ ഫിഷർമാൻ പറയണം വൈഫിനോട്, നിനക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ദർ ഇസ് സംതിങ് റോങ് വിത്ത് യു. നിനക്ക് ഭ്രാന്താണ്. ഐ വിൽ നെവർ ഷോ യു ദിസ് അഗെയിൻ. ഇനി ഞാൻ നിനക്ക് ഇതൊരിക്കലും കാണിച്ചു തരില്ല. ഹി സെഡ്. ഹിസ് വൈഫ് ട്രൈഡ് ടു ഗ്രാബ് ദി മിറർ ഫ്രം ഹിം. അപ്പോൾ അയാളുടെ വൈഫ് അയാളുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. ദി ഫിഷർമാൻ ഹെൽഡ് ഓൺ ടു ഇറ്റ്. അപ്പോൾ ഫിഷർമാൻ അതിൽ പിടിച്ചു നിന്നു. ദേ സ്റ്റാർട്ടഡ് ബാറ്റ്ലിംഗ് ഫോർ ദി മിറർ. അങ്ങനെ അവർ രണ്ടുപേരും യുദ്ധം ചെയ്യണം മിററിന് വേണ്ടിയിട്ട്. അവർ തല്ലുകൂടാണ്. ദി മിറർ ഫെൽ ഡൗൺ ഓൺ ദി ഫ്ലോർ. അപ്പോൾ മിറർ താഴെ വീണു. ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. അങ്ങനെ അത് പൊട്ടി കഷ്ണങ്ങളായി. ദേ സ്റ്റോപ്ഡ് ഫൈറ്റിംഗ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദി പീസസ്. അങ്ങനെ അവർ അവരുടെ ഫൈറ്റ് നിർത്തിയിട്ട് ആ പൊട്ടിയ കഷ്ണങ്ങളിലേക്ക് നോക്കി. ദി പീസസ് റിഫ്ലക്റ്റഡ് ദെയർ ഇമേജസ്. ആ കഷ്ണങ്ങൾ അവരിവരുടെയും മുഖങ്ങൾ, ചിത്രങ്ങൾ പ്രതിഫലിപ്പിച്ചു. അതായത് അവർ രണ്ടുപേരും അവരുടെ മുഖങ്ങൾ ആ പൊട്ടിയ കഷ്ണങ്ങളിൽ കണ്ടു. ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു വസ്തു അതിൻ്റെ ഉപയോഗം അറിയാത്തവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുകയില്ല എന്ന വലിയൊരു പാഠം കൂടി നമ്മളിതിലൂടെ പഠിക്കുന്നു.